ചില കലാകാരികളുടെ ജീവിതം അഗ്നി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകും. ആ അഗ്നി പരീക്ഷണങ്ങളെ അതിജീവിച്ച് തിരിച്ചു വരുന്നവർ ശക്തരായി മാറും. അവർ ജീവിതത്തെ പോസിറ്റീവായി കാണും. അങ്ങനെ അഗ്നി പരീക്ഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയ നർത്തകിയാണ്, അഭിനേത്രിയാണ് ശാലു മേനോൻ. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ജനിച്ച ശാലു മേനോൻ. അച്ഛൻ വേണുഗോപാൽ, അമ്മ കലാദേവി. ശാലു മേനോൻ ചെറുപ്പത്തിൽ തന്നെ നടനം പഠിച്ചു. നല്ല നർത്തകിയായി. പിന്നീട് അഭിനയ രംഗത്തേക്ക് ഇറങ്ങി. സീരിയലുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു അവർ. അക്കാലത്ത് സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയുമായിരുന്നു അവർ. നൃത്തവിദ്യാലയം നടത്തിയിരുന്നു. അതോടൊപ്പം അവർ കലയും അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോയി. അവർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ട സൗന്ദര്യം ഉണ്ടായിട്ടും സീരിയൽ നടി എന്ന ലേബൽ വീണതുകൊണ്ട് അവർക്ക് സിനിമയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. 1998 പുറത്തിറങ്ങിയ ബ്രിട്ടീഷ് മാർക്കറ്റാണ് അവരുടെ ആദ്യ ചിത്രം. പിന്നീട് കവർ സ്റ്റോറി, കാക്കക്കുയിൽ, വക്കാലത്ത് നാരായണൻകുട്ടി, എന്നും സംഭവാമി യുഗേ യുഗേ യുഗേ, ഗ്രാൻഡ് മദർ, പരിണാമം, കളരി വിക്രമൻ, മകൾക്ക്, കിസാൻ, തിരികെ വീണ്ടും, ഇത് പാതിരാമണൽ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. കിസാനിൽ കലാഭവൻ മണിയായിരുന്നു അവരുടെ ജോഡി. സിനിമയിൽ മെയിൻ സ്ട്രീമിൽ എത്താൻ അവർക്ക് സാധിച്ചില്ലെങ്കിലും കൈനിറയെ സീരിയൽ ഉണ്ടായിരുന്നു. ഒരു സൂപ്പർ നടിക്ക് വേണ്ട സൗന്ദര്യവും ആകാരവടിവും ഒക്കെ ശാലു മേനോന് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എവിടെയൊക്കെയോ വെച്ച് അവരുടെ ജീവിതം അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. 2013 ശാലു മേനോൻ ജയിലിലടയ്ക്കപ്പെട്ടു. സോളാർ കേസിലെ മുഖ്യപ്രതികളുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിലാണ് ശാലു മേനോൻ ജയിലിലാകുന്നത്. സോളാർ കേസിലെ മുഖ്യപ്രതിയും തട്ടിപ്പുകാരനുമായ ബിജു രാധാകൃഷ്ണൻ ശാലു മേനോൻ്റെ സുഹൃത്തായിരുന്നു. ശാലു മേനോൻ്റെ കാമുകനായിരുന്നു ബിജു രാധാകൃഷ്ണൻ എന്നാണ് അക്കാലത്ത് മാധ്യമങ്ങൾ എഴുതിയത്. ബിജു രാധാകൃഷ്ണനുമായുള്ള അടുപ്പം ശാലു മേനോനെ കുടുക്കി. 49 ദിവസം ശാലു മേനോൻ ജയിലിൽ കിടന്നു. ജയിൽ തനിക്ക് നൽകിയത് പുതിയ ജീവിതമാണെന്ന് ശാലു മേനോൻ പറഞ്ഞു. ജയിലിൽ ക്രൈസ്തവ പ്രാർത്ഥനയിൽ അവർ പങ്കെടുത്തു. അതിലൂടെ മനക്കരുത്ത് നേടി. ക്രൈസ്തവ മതം സ്വീകരിക്കുമോ എന്ന് ജയിലിലെ അന്തേവാസികൾ തന്നോട് ചോദിച്ചിരുന്നതായി അവർ പറഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ എന്ത് പറയും എന്ന ചിന്തയായിരുന്നു അവരെ വേട്ടയാടിയിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ശാലു മേനോനെയാണ് കണ്ടത്. ശാലു മേനോൻ തൻ്റെ നൃത്ത അധ്യാപനവും മറ്റുമായി മുന്നോട്ട് പോയി. അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്തു. ശാലു മേനോനെ ക്രൂശിക്കാൻ നിരവധി പേർ ശ്രമിച്ചു. ശാലു മേനോൻ്റേത് എന്ന പേരിൽ നഗ്ന ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അത് ഒരുപാട് പേർ കണ്ടു. അത് ശാലു മേനോൻ്റേതാണോ അല്ലയോ എന്ന് അവർ സമ്മതിച്ചിട്ടില്ല. പക്ഷേ മലയാള സിനിമയിലെ ഒരു ലോബി അവരെ തകർക്കാൻ ശ്രമിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അവരുമായി അടുത്ത ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് നല്ല മനസ്സിനുടമയാണ് അവർ എന്നാണ്. ഒരിക്കലും എല്ലാവരോടും നിഷ്കളങ്കമായി പെരുമാറുന്ന ശാലു മേനോൻ, അതായിരുന്നു അവർ. സിനിമാ മംഗളത്തിൻ്റെ റിപ്പോർട്ടറായിരുന്ന കാലത്ത് ഏതോ ഒരു സീരിയലിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ശാലു മേനോൻ്റെ അഭിമുഖമെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല വിനയമുള്ള സുന്ദരിയായ പെൺകുട്ടി. ആ ശാലു മേനോൻ വഴിതെറ്റിപ്പോയപ്പോൾ, സോളാർ കേസിൽ അറസ്റ്റിലായപ്പോൾ എല്ലാവർക്കും എന്ന പോലെ എനിക്കും വിഷമമുണ്ടായി എന്നത് സത്യം. പക്ഷേ നിരപരാധിത്വം തെളിയിച്ച് അവർ പുറത്തു വന്നു. അവരെ ചതിച്ചത് ബിജു രാധാകൃഷ്ണൻ എന്ന ഫ്രോഡുമായുള്ള ബന്ധമാണ്.
സോളാർ കേസ് തേഞ്ഞു മാഞ്ഞു പോയി. സോളാർ കേസിലെ പ്രതികളൊക്കെ ഇപ്പോൾ വിലസി ജീവിക്കുന്നു. ശാലു മേനോൻ സജിജി നായരെ, തൻ്റെ സുഹൃത്തായ സജിജി നായരെ വിവാഹം കഴിച്ച് കുടുംബിനിയായി ജീവിക്കുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം അത്രയേറെ അഗ്നി പരീക്ഷണങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. അത്രയേറെ അഗ്നി പരീക്ഷണങ്ങൾ. ആ അഗ്നി പരീക്ഷണങ്ങളിൽ നിന്ന് അവർ ഫീനിക്സ് പക്ഷിയായി ഉയർത്ത് എഴുന്നേൽക്കുകയായിരുന്നു. ശാലു മേനോൻ്റെ ധൈര്യത്തിന് മുമ്പിൽ കയ്യടി കൊടുക്കാതെ വയ്യ.